വേൾഡ് കപ്പ് കണ്ട ക്ഷീണത്തിൽ നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഇന്ത്യയുടെ യുവത്വം ഡൽഹിയിലെ തെരുവുകളിൽ അടികൊണ്ട് ചോര വാർക്കുകയായിരുന്നു. അവരുടെ പോരാട്ടം രാഷ്ട്രീയപരമോ മറ്റിതര ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ ആയിരുന്നില്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നോട്ട് വി ദ ഹിന്ദു, വി ദ മുസ്ലിം, വി ദ പഞ്ചാബി, വി ദ സിഖ്, വി ദ തമിഴ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. വർഷങ്ങളായി തങ്ങൾ നെയ്തുണ്ടാക്കിയ സ്വപ്നങ്ങൾ തകർന്നു പോകുമെന്ന ആശങ്കയിലാണ് അവർ. 12ഓളം വിദ്യാർത്ഥികൾ ഇതിനോടകം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്നവർ ജീവൻ മരണ പോരാട്ടത്തിലാണ്. 16 വയസ്സുള്ള വിദ്യാർത്ഥികൾ മുതൽ 70-80 വയസ്സുള്ള വയോവൃദ്ധർ വരെ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ അവർക്ക് പിന്തുണയുമായുണ്ട്. തങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റിന് മങ്ങലേക്കുമെന്ന് പേടിയില്ലാത്ത കലാ സാംസ്കാരിക രംഗത്തെ നട്ടെല്ലുള്ളവരും ഒപ്പമുണ്ട്. എന്നിട്ടും ഭരണകൂടം മൗനത്തിലാണ്. വിദ്യാർത്ഥി ശബ്ദത്തെ നിശബ്ദമാക്കുകയാണ്. അധികാരത്തിന്റെ ലാത്തി കാട്ടി വിദ്യാർത്ഥി ശബ്ദത്തെ അടിച്ചമർത്താമെന്ന് കരുതണ്ട. ഇത് അക്ഷരങ്ങളെ ആയുധമാക്കിയ അറിവുള്ള തലമുറയാണ്. ഡൽഹിയിലെ തെരുവുകളിൽ വീഴുന്ന ഓരോ തുള്ളി ചോരയ്ക്കും അടങ്ങിപ്പറ്റാത്ത ഓരോ മുദ്രാവാക്യത്തിനും പിന്നിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ നെഞ്ചിലെ കനലുണ്ട്. ആ കനൽ നാളെ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കും. അടിച്ചമർത്തും തോറും അടങ്ങാത്തതാണ് വിദ്യാർത്ഥി രോക്ഷം. തോൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല, കാരണം ഈ സമരം ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ്. എനിക്കും എൻ്റെ മക്കൾക്കും കുഴപ്പമില്ലല്ലോ എന്ന് കരുതി മാറി നിൽക്കാതെ മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് അവർക്കൊപ്പം നിൽക്കാം. പൊരുതുന്ന സഹോദരങ്ങൾക്ക് ബിഗ് സല്യൂട്ട്.